ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനും LDC പോലുള്ള മറ്റ് 10th ലെവൽ പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചും അതിലെ വ്യത്യസ്ത പ്രൊവിഷനുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതിന് ശേഷം എന്താണ് ഇന്ത്യയിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുവരെ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ആവശ്യപ്പെടുന്നത് പ്രകാരമുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായൊന്നും തന്നെ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അംഗീകരിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം 1929 തന്നെ പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ബ്രിട്ടനിൽ നിന്നും പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആവശ്യം. പക്ഷേ ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലും ഈ ഒരു ആവശ്യങ്ങളൊന്നും തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പരിഗണിച്ചില്ല. മറിച്ച് ഒരു ഫെഡറൽ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാർക്ക് കൂടുതൽ അധികാരം ആ ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൽ ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിനെതിരെ കോൺഗ്രസിലെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. സോ ദ ആക്ട് വാസ് നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി കോൺഗ്രസ് ആൻഡ് സോ ദേ കണ്ടിന്യൂഡ് അജിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ആക്ടിനെതിരെ അവർ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ആക്ട് നിലവിൽ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ആക്ടിൻ്റെ അനുസരിച്ച് പുതിയ ഭരണകൂടങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കണം. കാരണം നമുക്കറിയാം ഒരു ഫെഡറൽ ഗവൺമെൻറ് വരണം സെൻട്രൽ ലെവലിൽ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കണമോ പങ്കെടുക്കണ്ടയോ എന്നതിനെ സംബന്ധിച്ച് വലിയൊരു ചർച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പങ്കെടുക്കരുത്, നമ്മൾ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും മറ്റൊരു വിഭാഗം ആൾക്കാർ ഇലക്ഷനിൽ പങ്കെടുത്ത് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം നടത്താൻ വേണ്ടി പോകുന്നത്, നമ്മൾക്ക് കുറേ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അവസരമാണിത് എന്നൊക്കെ വാദിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്ത് വിജയിക്കുകയും ചെയ്തു. ആകെയുള്ള 11 പ്രൊവിൻസുകളിൽ 7 പ്രൊവിൻസുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന് വിചാരിച്ച പോലെ ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. 5% താഴെ മാത്രമാണ് സീറ്റുകളും വോട്ടുകളും ഒക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ 1937 ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 7 പ്രൊവിൻസുകളിൽ സർക്കാരുകൾ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സർക്കാരുകൾ രൂപീകരിച്ചു. അവരുടെ നയപ്രകാരമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടം പല നല്ല തീരുമാനങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അവരുടേതായ ബലഹീനതകൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ ഒരു വിഭാഗം എന്ന് പറയുന്ന സാധാരണക്കാരായ ആൾക്കാരാണ്, മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ ഫാക്ടറി ഉടമകളുമൊക്കെ. അപ്പോൾ ഈ 2 പേരുടെയും താല്പര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ആ ഒരു ഗവൺമെന്റ് ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഗവൺമെന്റ് അത് അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ, അതായത് ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഭാഗത്ത് കൂടണോ അല്ല സാധാരണക്കാരായ തൊഴിലാളികളുടെ ഭാഗത്ത് കൂടണോ എന്നതിനെ കുറിച്ച് ഒരു ഡിലേമ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം പോകുന്നതിനിടയിലാണ് 1939 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ 1939 മുതൽ 45 വരെയാണ് 2ാം ലോക മഹായുദ്ധം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഒരു പങ്കാളിയാണ്, അതായത് ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും 1ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരെ പങ്കെടുപ്പിച്ചതുപോലെ ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിലും ഇന്ത്യക്കാരെ, അതായത് ബ്രിട്ടീഷ് സേനയിലുള്ള ഇന്ത്യക്കാരെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ് ഇന്ത്യൻ ആർമിയെ പങ്കെടുപ്പിക്കുന്നതിനൊക്കെ നടപടി വന്നത്. എന്നാൽ ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്, അതായത് അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ലിൻലിത്ഗോയാണ്. അപ്പോൾ ഈ ഒരു ലിൻലിത്ഗോ ഈ ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് ആർമി, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് സ്വമേധയാ അങ്ങ് പ്രഖ്യാപിച്ചു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ബ്രിട്ടന്റെ കീഴിലാണെങ്കിലും ഭരണത്തിലുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റിനോട് ചോദിക്കാതെ ഇവിടുത്തെ ആർമി അങ്ങ് യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോൾ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻവോൾവ് ഇൻ ഇന്ത്യ ഇൻ ദ വാർ വിത്തൗട്ട് കൺസൾട്ടിംഗ് ദ കോൺഗ്രസ് ലീഡേഴ്സ് ഓർ ദ മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ഇവിടത്തെ ആൾക്കാരുമായിട്ട് ഒന്നും തീരുമാനിക്കാതെ അന്നത്തെ വൈസ്രോയ് ലിൻലിത്ഗോ നേരിട്ടങ്ങ് പ്രഖ്യാപിക്കുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന്. അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ ശക്തമായിട്ട് എടുത്തു. പിന്നെ എന്തിനാണ് ഇവിടെ ഗവൺമെന്റ്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്, നമ്മൾക്ക് ഇവിടെ ഒരു അധികാരം ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് മിനിസ്ട്രീസ്, അതായത് പ്രൊവിൻസിലെ മിനിസ്ട്രികൾ, അതായത് നമ്മുടെ മന്ത്രിസഭകൾ രാജിവെക്കുന്നതിന് വേണ്ടിയൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഏകദേശം ഡിസംബർ 12, 1939 ആകുമ്പോഴേക്കും ഈ ഒരു പ്രൊവിൻസുകളിലെ കോൺഗ്രസ് മിനിസ്ട്രികളൊക്കെ രാജിവെക്കാൻ തുടങ്ങി ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട്. പിന്നെന്തിനാണ് ഇവിടെ ഗവൺമെന്റ് എന്ന് ചോദിച്ചുകൊണ്ട്, കാരണം തീരുമാനങ്ങൾ എടുക്കുന്നത് ബ്രിട്ടനിലെ വൈസ്രോയ് സ്വന്തം ഇഷ്ടത്തിന് തീരുമാനം എടുക്കുന്നു. പിന്നെ എന്തിനാണ് ഇന്ത്യക്കാർക്ക് അധികാരം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരെ ഇവിടെ ഇങ്ങനെ മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ മുസ്ലിം ലീഗ് നമുക്ക് ഓൾറെഡി അറിയാം 1935 ഇലക്ഷന്റെ വലിയൊരു തോൽവി ഏറ്റുവാങ്ങിയ വിഭാഗമായിരുന്നു. കാരണം അവർ വിചാരിച്ച പോലെ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെ സപ്പോർട്ടൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആൾക്കാർ രാജിവെച്ച് ഇറങ്ങുന്നത് കണ്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത്. അപ്പോൾ അത് അവർ ഡെലിവറൻസ് ഡേ എന്ന പേരിൽ ആഘോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡെലിവറൻസ് ഡേ എന്ന് പറയുന്നത് ഓർത്തു വെക്കണം, 1939 സെക്കൻഡ് വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് പ്രൊവിൻസിലെ കോൺഗ്രസ് മിനിസ്ട്രീസ് രാജിവെക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ ആഘോഷിച്ചത്. അതായത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണെന്ന് ഓർത്തു വെക്കണം. പിന്നീട് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ഈ ഒരു സമയത്ത് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റും അല്ലെ ബ്രിട്ടീഷ് വൈസ്രോയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒക്കെ ചർച്ച ചെയ്യുകയും അതിനുശേഷം ഇന്ത്യക്ക് വലിയൊരു ഓഫർ നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് മുസ്ലിം ലീഗ് പുതിയൊരു കൺസെപ്റ്റായിട്ട് വരുന്നത്, ജിന്നാസ് ടു നാഷൻ തിയറി. അതായത് 1940 ഇന്ത്യയെ വിഭജിച്ച് 2 രാജ്യങ്ങളാക്കി മാറ്റണം എന്നുള്ള ടു നാഷൻ തിയറി 1940 മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന കൊണ്ടുവരുന്നത്. അപ്പോൾ ടു നാഷൻ തിയറി മുഹമ്മദ് അലി ജിന്ന 1940 എന്ന് ഓർത്തു വെക്കണം. അതായത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനും പേരുള്ള 2 രാജ്യങ്ങളായിട്ട് തിരിക്കുന്നതിന്, അതായത് മുസ്ലിംസിന് പ്രത്യേക രാജ്യം, പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാജ്യം വേണമെന്നും ഈ ഒരു ജിന്ന ആവശ്യപ്പെട്ടു. അപ്പൊ നമുക്ക് വലതുഭാഗത്തുള്ള മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പച്ച നിറത്തിൽ കാണുന്ന നമുക്ക് ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും, വലതുഭാഗത്ത് കാണുന്ന പച്ച നിറത്തിലുള്ളതാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ആ ഒരു ബംഗ്ലാദേശും അതിനെ കിഴക്കേ പാകിസ്ഥാൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള പാകിസ്ഥാൻ ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്തുള്ള പച്ച കളർ, അതായത് നമ്മുടെ ജമ്മു കാശ്മീരിനും ഈ ഗുജറാത്തിനും ഇടയിലുള്ള, അപ്പോൾ ആ 2 ഭാഗങ്ങളെയും ചേർത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളെയെല്ലാം ചേർത്ത് 2 രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ മറ്റേത് പാകിസ്ഥാൻ എന്നിങ്ങനെ തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പാകിസ്ഥാന്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജമ്മു കാശ്മീരിന്റെ കുറെ പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് 1909 മാപ്പിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു മാപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് മുഹമ്മദ് അലി ജിന്നയെ കാണിച്ചിരിക്കുന്നത് ഫോട്ടോ. അപ്പോൾ ഈ ഒരു ജിന്നയുടെ ടു നാഷൻ തിയറി 1940 വന്നു. അതുവരെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം വേണമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയൊരു രാജ്യം വേണമെന്ന ആവശ്യവുമായിട്ട് മുഹമ്മദ് അലി ജിന്ന 1940 വന്നു. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി. കാരണം അതുവരെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ടത്. ഇപ്പോൾ ഒരു വിഭാഗം മാറിത്തിരിഞ്ഞ് പറയാൻ തുടങ്ങി, അതായത് നമ്മൾക്ക് പ്രത്യേക സ്വാതന്ത്ര്യം വേണം, അതായത് നമ്മൾ വേറൊരു രാജ്യമാക്കി മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ഈ ഒരു ടു നാഷൻ തിയറി. അപ്പോൾ ഈ ഒരു ടു നാഷൻ തിയറി ഇവർ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം 1935 ഇലക്ഷനിലെ ഫെയിലിയർ ആണ്. കാരണം ആ ഒരു ഇലക്ഷനിൽ മുസ്ലിം ലീഗ് വിചാരിച്ചു നല്ല സീറ്റ് കിട്ടും മുസ്ലിംസിനെ കൊണ്ടുവന്ന്, പക്ഷെ അങ്ങനെ ഒരു വിജയം ഉണ്ടായില്ല. അപ്പോൾ മുസ്ലിം ലീഗിന് വിചാരിച്ച പോലെ ഒരു വിജയം കിട്ടാത്തപ്പോൾ അവർക്ക് മനസ്സിലായി, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് യാതൊരു റോളും ഇല്ല, നമുക്കൊരു റോള് വരണമെങ്കിൽ മുസ്ലിംസിന് പ്രത്യേകം ഒരു രാജ്യം വേണം. അപ്പോൾ അതിന്റെ ആവശ്യത്തിൽ അവരിങ്ങനെ ഒരു ടു നാഷൻ തിയറിയുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലായിരുന്നു. അപ്പൊ ഈ ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയ് പുതിയൊരു ഓഫറുമായിട്ട് വന്നു. അപ്പൊ ഇതിനെയാണ് ആഗസ്റ്റ് ഓഫർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് 1940 ആഗസ്റ്റ് ഓഫർ കൊണ്ടുവരുന്നത്. അപ്പൊ ആഗസ്റ്റ് ഓഫർ ഓർത്തു വെക്കണം, അതായത്
ഒന്നാം ലോക മഹായുദ്ധത്തിന് ഇടയിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകൂടത്തിന്റെ സമ്മതമില്ലാതെ ഇന്ത്യക്കാരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുപ്പിച്ചതിന് പകരമായിട്ടാണ് അഗസ്റ്റ് ഓഫർ കൊണ്ടുവരുന്നത്. എന്താണ് ഈ ഒരു അഗസ്റ്റ് ഓഫർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലിൻലിത് ഗോ ആണ് കൊണ്ടുവരുന്നത്. അതായത് ലിൻലിത് ഗോ അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആണ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ അജിറ്റേഷനെ, അതായത് സമരത്തിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാമെന്നുള്ളത്. പക്ഷേ ഇന്ത്യ ഓൾറെഡി നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമുക്ക് ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു രാജ്യം വേണം എന്ന ആവശ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇത്തരത്തിലൊരു ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്നാണ് ആഗസ്റ്റ് ഓഫറിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു കൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കണമെങ്കിൽ കൺസ്റ്റിറ്റ്യൂഷൻ വേണം, അതായത് നമ്മുടെ ഭരണഘടന വേണം. അപ്പോൾ ഈ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യാമെന്നൊക്കെ ഈ ഒരു ആഗസ്റ്റ് ഓഫറിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് ആഗസ്റ്റ് മാസം 1940 പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അഗസ്റ്റ് ഓഫർ എന്ന് വിളിക്കുന്നത്. ആഗസ്റ്റ് മാസത്തിൽ വന്ന ഓഫർ ആയതുകൊണ്ട് അഗസ്റ്റ് ഓഫർ. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ളതാണ്. ഈ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോഴാണ് അവർ ഡൊമിനിയൻ സ്റ്റാറ്റസ്, അതായത് ബ്രിട്ടന്റെ കീഴിൽ പൂർണ്ണ സ്വാതന്ത്ര്യം തരാം. അങ്ങനെ കാര്യമില്ല, കാരണം ബ്രിട്ടന്റെ കീഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. അപ്പോൾ 1935 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ആദ്യത്തേത്, അതിനുശേഷം നടന്ന ഇലക്ഷനിൽ 1937 നടന്ന ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കുകയും 7 പ്രൊവിൻസുകളിൽ വിജയിച്ച് സംസ്ഥാനങ്ങളിൽ പ്രൊവിൻസുകളിൽ മിനിസ്ട്രീസ് രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ വന്നു. 1939 മുതൽ 45 വരെയാണ് ഓർക്കണം. അപ്പോൾ അതിൽ ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ ഇന്ത്യക്കാരെ പങ്കെടുപ്പിക്കുമെന്ന് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ലിൻലിത് ഗോ പറയുകയും അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് മിനിസ്ട്രീസ് രാജിവെക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ ഒരു ഇന്ത്യയെ വിഭജിച്ച് 2 രാജ്യങ്ങളാക്കണമെന്നുള്ള 2 നാഷൻ തിയറി 1940 മുഹമ്മദ് അലി ജിന്ന, മുസ്ലിം ലീഗിന്റെ നേതാവായ മുഹമ്മദ് അലി ജിന്ന കൊണ്ടുവരികയും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പുതിയൊരു ഡിസ്പ്യൂട്ട്, ഒരു പുതിയൊരു പ്രശ്നം ഉദിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഗസ്റ്റ് ഓഫറുമായിട്ട് അന്നത്തെ വൈസ്രോയി ലിൻലിത് ഗോ വന്നു. അപ്പോൾ ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓഫർ ചെയ്തു. അതുകൂടാതെ ഇന്ത്യയിൽ കൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയെ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു. പക്ഷേ ഇത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു 1940 ഈ ഒരു അഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്തതോടെ പുതിയൊരു കമ്മിറ്റിയെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.